തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റങ്ങൾക്കും അതുപോലെ വൻ രാഷ്ട്രീയ അട്ടിമറികൾക്കും വഴിവെക്കാവുന്ന തികച്ചും നിർണായകവും അത്യന്തം നാടകീയമായ ഒരു കൗൺസിൽ യോഗത്തിനാണ് തലസ്ഥാന നഗരി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ജനവിധി നൽകിയ അംഗബലത്തിൻ്റെയും ഏറ്റവും അവസാന അതിരുകളിൽ മാത്രം നിലയുറപ്പിച്ചിരിക്കുന്ന BJP ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം കേവലം ഒരു നഗരസഭാ സമ്മേളനമല്ല, മറിച്ച് തങ്ങളുടെ ഭരണത്തുടർച്ചയുടെ നിലനിൽപ്പ് തന്നെ നേരിട്ട് നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. കാപ്പ കേസിൽപ്പെട്ട നിലവിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ ആ സുഗതന്റെ അയോഗ്യതയുമായുള്ള ബന്ധപ്പെട്ടുള്ള ഉയർന്നു വരുന്ന തർക്കങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയെ വീണ്ടും കലുഷിതവും സംഘർഷഭരിതവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. കേരളത്തിൽ BJP ഭരണം നടത്തുന്ന ഒരേ ഒരു നഗരസഭ എന്ന നിലയിൽ തിരുവനന്തപുരത്തുണ്ടാകുന്ന ഓരോ ചെറിയ രാഷ്ട്രീയ അലയടികളും സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രാധാന്യത്തോടെയും ആകാംക്ഷയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്യന്തം ലാഭകരവും എന്നാൽ അത്രമേൽ നിയമപരവുമായ അപകടങ്ങൾ നിറഞ്ഞതുമായ ഒരു പുതിയ രാഷ്ട്രീയ നിയമ തന്ത്രത്തിലൂടെയാണ് BJP ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നത്. കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി 3 തവണ പങ്കെടുക്കാതിരുന്നാൽ ഒരു കൗൺസിലർ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടുന്നതാണ് നഗരസഭാ ചട്ടങ്ങളും ഭരണഘടനാപരമായ ചട്ടക്കൂടുകളും വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാപ്പ തടവുകാരനായി വിയ്യൂർ ജയിലിൽ കഴിയുന്ന ആർ സുഗതന് ഇതിനോടകം തന്നെ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നത്തെ യോഗത്തിൽ കൂടി അദ്ദേഹം വിട്ടുനിൽക്കുകയാണെങ്കിൽ 3 യോഗങ്ങളിലെ തുടർച്ചയായി സാന്നിധ്യമില്ലായ്മ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പദവികളിൽ നിന്നും അടിയന്തരമായി പുറത്താക്കണമെന്ന ശക്തമായ ആവശ്യം പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിലവിൽ 50 BJP അംഗങ്ങളും ഒരു സ്വതന്ത്രാംഗത്തിന്റെ പിന്തുണയും ഉൾപ്പെടെ 51 പേരുടെ ബലത്തിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആകെ അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷം തയ്ക്കുന്ന ഈ നേരിയ കണക്കിൽ നിന്നും സുഗതൻ പുറത്താക്കപ്പെടുകയാണെങ്കിൽ BJPയുടെ ഭൂരിപക്ഷം വെറും 50 ചുരുങ്ങും. ഇത് ഭരണത്തിന്റെ സുസ്ഥിരതയും അതുപോലെ ഭരണസമിതിയുടെ ആയുസ്സിനെയും നേരിട്ട് ബാധിക്കുമെന്നതുകൊണ്ടാണ് ഈ വിഷയം BJPക്കൊരു ജീവൻ ഭരണ പോരാട്ടമായി മാറിയിരിക്കുന്നത്. സുഗതന്റെ കൗൺസിലർ സ്ഥാനം തെറിച്ചാൽ അത് ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ പൂർണ്ണമായും തകർക്കുമെന്നും അതിലൂടെ വലിയൊരു രാഷ്ട്രീയ വിജയം സംസ്ഥാന തലത്തിൽ തന്നെ സ്വന്തമാക്കാമെന്നും പ്രതിപക്ഷ കക്ഷികളായ LDFും UDFും കണക്ക് കൂട്ടുന്നുണ്ട്. ഈ വലിയ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അഭിഭാഷകർ മുഖേന മേയർക്ക് അവധി അപേക്ഷ നൽകുകയെന്ന തന്ത്രമാണ് സുഗതനും BJP നേതൃത്വം ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാലും എത്തിച്ചേരാൻ സാധിക്കാത്ത സാങ്കേതിക തടസ്സങ്ങളാലും തനിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ നിയമങ്ങളനുസരിച്ച് കൗൺസിൽ യോഗം ഈ അവധി അപേക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ കൗൺസിലർക്ക് നേരിട്ട് വരുന്ന സ്വാഭാവിക അയോഗ്യതയിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ സാധിക്കും. കൗൺസിലിൽ ഭരണപക്ഷത്തിന് ആവശ്യത്തിന് ഭൂരിപക്ഷം ഉള്ളതിനാൽ സുഗതന് അനുകൂലമായി അവധി അനുവദിക്കുന്ന തീരുമാനത്തിലേക്ക് മേയർ നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്. സുഗതനെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുക വഴി സ്വന്തം ഭരണത്തിന്റെ ആയുസ് നീട്ടിക്കാട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളത്. എന്നാൽ നിയമപരമായ യാതൊരു അടിത്തറയും ഇല്ലാത്ത ഈ അവധി അപേക്ഷ മേയർ സ്വീകരിക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണെന്ന് LDFും UDFും ഒരുപോലെ ആരോപിക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി ജയിലിൽ കഴിയുന്ന ഒരു ജനപ്രതിനിധിക്ക് വേണ്ടി നഗരസഭാ ഭരണകൂടം വഴിവിട്ട സഹായങ്ങളും സംരക്ഷണവും നൽകുന്നുവെന്ന വലിയ വിമർശനമാണ് പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നത്. മുമ്പ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിയ്യൂർ ജയിലിനുള്ളിൽ വെച്ച് സുഗതന് പുനർസത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യമൊരുക്കി നൽകിയതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും ചുമതലയേൽക്കുന്നു എന്നുള്ള അപൂർവ സാഹചര്യം ഉണ്ടാകുന്നത്. ഹൈക്കോടതി വിധി കൃത്യമായി നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് നഗരസഭ അധികൃതർ വാദിക്കുമ്പോഴും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി മാത്രം ഭരണകൂടം നൽകുന്ന സമാനതകളില്ലാത്ത പ്രീണനമാണിതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ജയിലിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ കൗൺസിൽ യോഗം കൂടിയായ ഇന്ന് സഭയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതനുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ തർക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സുഗതന്റെ അയോഗ്യത വിഷയം മുൻനിർത്തിയ ഭരണസമിതിയെ താഴെയിറക്കാൻ പ്രതിപക്ഷ കക്ഷികളായ LDF UDFും ഒരുപോലെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പരസ്പരമുള്ള രാഷ്ട്രീയപരമായ വൈരുദ്ധ്യങ്ങൾ കാരണം ഇരു മുന്നണികൾക്കും ഒന്നിച്ച് മുന്നേറാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത് BJPക്ക് നൽകുന്ന ആശ്വാസവും ചെറുതൊന്നുമല്ല. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനോ സുഗതനെതിരെയുള്ള പ്രമേയത്തെ ഒന്നിച്ച് പിന്തുണയ്ക്കാനോ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് രംഗത്തിറങ്ങിയാൽ അത് ഭരണസമിതിക്ക് കടുത്ത തിരിച്ചടിയാകുമായിരുന്നു. എന്നാൽ UDF കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അത് എതിരാളികൾക്ക് തങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പുതിയ പ്രചരണ ആയുധങ്ങൾ നൽകുമെന്നും LDF സംസ്ഥാന നേതൃത്വം വിലയിരുത്തുകയും ചെയ്തു. 3 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് അവിശ്വാസ നോട്ടീസ് നൽകാൻ ഇരു വിഭാഗവും തയ്യാറാകാതിരുന്നതും ഈ രാഷ്ട്രീയ ഭയം കാരണമാണ്. ഇതിന്റെ ഫലമായി ഇന്നത്തെ യോഗത്തിലും LDFും UDFും വെവ്വേറെ പ്രതിഷേധങ്ങളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. LDF അംഗങ്ങൾ ഒരു വശത്തും 20 വരുന്ന UDF കൗൺസിലർമാർ മറുവശത്തും സഭയ്ക്കുള്ളിൽ നിലയുറപ്പിച്ച് പ്രതിഷേധമുയർത്തുമ്പോൾ അത് കൗൺസിൽ നടപടികളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി.
അതിരൂക്ഷമായ ബഹളമായ അന്തരീക്ഷത്തിനിടയിലും സുഗതന്റെ അവധി അപേക്ഷ പാസാക്കിയെടുക്കാനും അതിലൂടെ അയോഗ്യതാ ഭീഷണി താൽക്കാലികമായി മറികടക്കാനുമാണ് ഭരണപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അവഗണിച്ച് മേയർ ഏകപക്ഷീയമായി സുഗതന് അവധി അനുവദിക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടാനാണ് UDFന്റെ അന്തിമ തീരുമാനം. കൗൺസിൽ യോഗത്തിൽ മേയർ എടുക്കുന്ന ഇത്തരം നിയമവിരുദ്ധ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥ് തീരുമാനിച്ചിട്ടുമുണ്ട്. നിയമസഭയിലും പാർലമെന്റിലും മാത്രം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള തരത്തിലുള്ള സങ്കീർണമായ തന്ത്രങ്ങളും വലിയ നിയമ പോരാട്ടങ്ങളും ഇപ്പോൾ ഒരു പ്രാദേശിക നഗരസഭയുടെ കൗൺസിൽ ഹാളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ സുഗതന് അവധി നൽകിയാലും ഇല്ലെങ്കിലും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ വടംവലികളും കൂടുതൽ കലുഷിതമാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഭരണപക്ഷത്തിന് രാഷ്ട്രീയ നിലനിൽപ്പും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ പ്രതിഷേധങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇന്നത്തെ നിർണായക കൗൺസിൽ യോഗം തിരുവനന്തപുരത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൽ അത് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുണ്ടാക്കാൻ പോകുന്നതെന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് തലസ്ഥാനത്തെ പൊതുസമൂഹങ്ങളെല്ലാം. നഗരസഭയുടെ ഭരണചക്രം തിരിക്കുന്നതിൽ BJP നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി കേവലം ഒരു കൗൺസിലറുടെ അയോഗ്യതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കൃത്യമായ ഭൂരിപക്ഷമില്ലാതെ ഒരു സ്വതന്ത്രന്റെ മാത്രം പിന്തുണയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന ദുർബലമായ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത്. വാഴോട്ടുകോണ വാർഡിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കൗൺസിലർ ഇല്ലാത്ത അവസ്ഥയും ജയിലിൽ കിടക്കുന്ന ഒരംഗത്തെ സംരക്ഷിക്കാൻ ഭരണകൂടം നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ജനകീയവും അതുപോലെ സമര രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും വഴി തുറക്കും. പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം തെരുവിലേക്ക് കൂടി എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും പരസ്യ നിലപാടുകളും കടുക്കുന്നതോടെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലുകൾ ഒരു വലിയ യുദ്ധക്കളമായി മാറുകയാണ്. കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്ന തീരുമാനങ്ങളും അതിന്മേൽ കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന തുടർച്ചയായ നിയമ പോരാട്ടങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു തർക്കമുണ്ട്. അതിനുള്ള പ്രധാന കാരണമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന, അതായത് BJP ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നതും തിരുവനന്തപുരത്തേക്കാണ്. ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വാഴോട്ടുകോണം വാർഡിലെ വോട്ടർമാരുടെ ജനകീയ ആവശ്യങ്ങളും അതുപോലെ വികസന മുരടിപ്പുമാണ്. മാസം പലത് കഴിഞ്ഞിട്ടും സ്വന്തം വാർഡിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പരാതികൾ അറിയിക്കാനോ ഒരു ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥ പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുന്ന അമർഷം ചെറുതൊന്നുമല്ല. ക്രിമിനൽ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു കൗൺസിലറെ നിയമത്തിൻ്റെ ഓരോ പഴുതുകളും തിരഞ്ഞുപിടിച്ച് സംരക്ഷിക്കാൻ ഭരണപക്ഷം ശ്രമിക്കുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന വികാരം മണ്ഡലത്തിലും ശക്തമാണ്. പ്രതിപക്ഷം ഈ ജനവികാരം പൂർണ്ണമായി തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. സഭയ്ക്കുള്ളിലെ പ്രതിഷേധങ്ങൾക്ക് പുറമെ നഗരസഭാ കവാടത്തിലും വാഴോട്ടുകോണം വാർഡിലും ശക്തമായ ധർണകളും ഭരണങ്ങളും സംഘടിപ്പിക്കാനാണ് LDFും UDFും തീരുമാനിച്ചിരിക്കുന്നത്. ഭരണഘടനയും തദ്ദേശ സ്വയംഭരണ നിയമങ്ങളും അനുശാസിക്കുന്ന തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കൗൺസിലർക്ക് തുടർച്ചയായി അവധി അനുവദിക്കുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ മേയർക്കും ഭരണസമിതിക്കും അത് കനത്ത തിരിച്ചടിയാകും. മുമ്പ് പല നഗരസഭകളിലും സമാനമായ സംഭവങ്ങളിൽ കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളതും അയോഗ്യതാ തീരുമാനങ്ങൾ ശരിവച്ചതുമായ മുൻവിധികൾ പ്രതിപക്ഷം ആയുധമാക്കുന്നുമുണ്ട്. ഹൈക്കോടതിയിൽ നിയമപോരാട്ടം ശക്തമാകുന്നതോടെ കേവലം നഗരസഭാ ഹാളിൽ ഒതുങ്ങുന്ന തർക്കങ്ങൾക്കെല്ലാം അപ്പുറം കേരളത്തിലെ ഉന്നത നീതിപീഠത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തപ്പെടുകയും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് BJPക്ക് സംസ്ഥാന തലത്തിൽ വലിയ തിരിച്ചടിയാവുകയും എതിരാളികൾക്കത് ആയുധമാവുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നടപടികളും അതിനുശേഷമുള്ള രാഷ്ട്രീയ നിയമ വികാസങ്ങളുമെല്ലാം തിരുവനന്തപുരം നഗരസഭയുടെ ഭാവി ഭരണം നിർണ്ണയിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കും.